സിനത്ത്. ഞാനിപ്പോൾ ഉള്ളത് ഷാർജ ബുത്തീന ഗസൽ അൽ ജുനൂബ് എന്ന സലൂണിലാണ്. ഈ സലൂണിന്റെ ഒരു പ്രത്യേകതയുണ്ട്. 20 വർഷത്തോളമായി ഈ സലൂൺ ഇവിടെ ഇതേ ബിൽഡിംഗിൽ ഇതേ സ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്നു. ഈ സലൂണിൽ ഇന്നൊരു ഹെയർ എക്സ്റ്റൻഷനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ നിഷ മാഡത്തിനെ കാണാം. അവരോട് നമുക്ക് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ ഈ സലൂണിന്റെ ഓണറായ നിസ മാഡത്തിനോട് നമുക്ക് ചോദിക്കാം, ഇന്ന് ഇവിടെ ചെയ്യുന്ന സർവീസ് എന്താണ്? ഇതിപ്പോ നമ്മള് ഹെയർ എക്സ്റ്റൻഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒത്തിരി നാളത്തെ ആഗ്രഹം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. അതെല്ലേ. അപ്പൊ ആദ്യം നിങ്ങളെ കുറിച്ചിട്ട് ഒന്ന് അറിയാൻ എല്ലാവർക്കും. ഞാൻ പറഞ്ഞല്ലോ 20 വർഷത്തോളം. ഞാനിവിടെ 20 വർഷമായിട്ട് ഈ ഷാർജ ബുത്തീനയിലാണ് ഈ സ്ഥലം. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്താണ്. 20 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അതെ. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെല്ലാം സർവീസുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്? ഇവിടെ ഇപ്പൊ ഓർഗാനിക് പ്രോട്ടീൻ ചെയ്യുന്നുണ്ട്, പിന്നെ അതിലൂടെ ഓർഗാനിക് ഹെയർ സ്പാ, പ്രോട്ടീൻ വാഷ്, പിന്നെ ഹൈഡ്രാ ഫേഷ്യൽ, മെസോതെറാപ്പി, അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഹെയർ എക്സ്റ്റൻസ് ആണ്. ഓക്കെ. നമ്മൾ ഈ ഒരു ഹെയറിലാണ് എക്സ്റ്റൻസ് ഫില്ല് ചെയ്യാൻ പോണത്. ഇത് ഇങ്ങനെ അല്ലായിരുന്നു ഈ ഹെയർ. അപ്പൊ ഇവരിതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് മേലേക്കായി. അപ്പൊ അതിന് ശേഷം കുറച്ചിങ്ങനെ നല്ല ഹെയർ ആയി. അപ്പൊ അവർക്ക് കുറച്ചും കൂടി ലെങ്ത് വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവര് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണ്. അപ്പൊ നമുക്ക് ചെയ്തതിന് ശേഷം കാണാം. നേരത്തെ ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓർഗാനിക് പ്രോട്ടീൻ നേരത്തെ 1 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഹെയർ കെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗാനിക് ഹെയർ സ്പാ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെയർ എക്സ്റ്റൻഷൻ വെക്കുന്ന സമയത്ത് പല ടൈപ്പിലുള്ള, അതായത് സ്ക്രൂ, അതായത് സ്പ്രിങ്, അങ്ങനെ പല ടൈപ്പിലും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ മെത്തേഡ് എന്താണെന്നൊന്ന് പറയൂ. ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ടൈപ്പ് എക്സ്റ്റൻഷൻ ആണ്. ടൈപ്പ് എക്സ്റ്റൻഷൻ ശരിക്കും 100% കംഫർട്ടബിൾ ആണ്. അതെന്ന് പറഞ്ഞാല് നമുക്ക് രാത്രി കിടക്കുമ്പോഴത്തേക്കാണെങ്കിലും ഇടയ്ക്ക് കൊള്ളുന്ന അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല. 100% കംഫർട്ടബിൾ ആണ്. ഓക്കെ. ഇപ്പൊ ഒരുപാട് പേർക്കുള്ള ഒരു പ്രോബ്ലം ആണ് കൊറോണ വന്നതിന് ശേഷം മുടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോകുന്ന ഒരു പ്രോബ്ലം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്ക് ഡെലിവറി കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകുന്നു. പിന്നെ കറക്റ്റ് ആയിട്ട് ജോലിക്കൊക്കെ പോകുന്നവർക്ക് മുടിനെ ശ്രദ്ധിക്കാൻ പറ്റാതെയും കുറെ പേരുടെ മുടി കൊഴിഞ്ഞു പോകുന്നു. അവർക്കൊക്കെ ഉള്ള ഇപ്പോഴത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ വെക്കലാണ്. അപ്പൊ ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കഴിയുമ്പോൾ അതിനെന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടോ എന്നൊക്കെ കുറെ പേർക്ക് ഡൗട്ടുകളുണ്ട്. അപ്പൊ ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുത്താലോ? ഇത് ശരിക്കും ഇഷ്ടപ്പെട്ട് വെക്കുന്ന ഒരാളാണെങ്കിൽ 100% കംഫർട്ടബിൾ ആണ്. ഒത്തിരി നമ്മുടെ കസ്റ്റമേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ആരും ഇതുവരെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. ഈ അടുത്തിടെയാണ് നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചതിന് ശേഷം നമുക്ക്, അതായത് ഒരു കുറച്ച് വൈഡ് ആയിട്ടുള്ള കോമ്പ് വെച്ചിട്ട് നമ്മൾ ഹെയർ കറക്റ്റ് ചെയ്തിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക, സ്പാ ചെയ്യുക, പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്യുക. ഒന്നിനൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ എക്സ്റ്റൻഷൻ, അതായത് ഹെയർ ലോങ് വേണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് വന്ന് ചെയ്യാം അല്ലെ. തിക്നെസ്സും വേണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് ചെയ്യാം. ഈ ഒരു പരിസരം അല്ലെങ്കിൽ ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് പേരുടെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വന്നിട്ട് ചെയ്യുന്നത്. അപ്പൊ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതുപോലെ നീണ്ടു നിവർന്ന ഷൈനിങ് ഉള്ള മുടിയൊക്കെ ആയിട്ട് നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വരിക. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ ബുത്തീന നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഇതിന്റെ നമ്പർ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടുത്ത് തന്നെ ഇതേപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, താങ്ക് യു.